ട്രംപിന്റെ അധികാരമോഹത്തിന് മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾ വഴങ്ങാത്ത സാഹചര്യമായതുകൊണ്ടാണ് സ്വന്തം രാജ്യത്തേക്ക് കടന്നുവരുന്നവരെ ശിക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനൊരുങ്ങുന്നത്. ഏത് രീതിയിലെങ്കിലും മറ്റു നേതാക്കളെയും രാജ്യത്തെയും നശിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇപ്പോൾ ട്രംപിനുള്ളത് എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. നാടുകടത്തലിന് കാരണമായേക്കാവുന്ന വിഷയങ്ങളുണ്ടോ എന്നറിയാൻ വിദേശികൾക്ക് നൽകിയ 5.5 കോടിയിലധികം വിസകൾ അമേരിക്ക പുനഃപരിശോധന നടത്തുന്നു. ട്രംപ് ഭരണകൂടം കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം അറിയിച്ചത്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എല്ലാ US വിസ ഉടമകളും തുടർച്ചയായ പരിശോധനയ്ക്ക് വിധേയരാണെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതായി വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്തു. നാടുകടത്തലിന് കാരണമായേക്കാവുന്ന ഏതെങ്കിലും ലംഘനങ്ങൾ കണ്ടെത്തിയാൽ വിസ റദ്ദാക്കും. വിസ ഉടമ അമേരിക്കയിൽ തുടരുകയാണെങ്കിൽ നാടുകടത്തുകയും ചെയ്യും. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം US-ൽ അനധികൃത കുടിയേറ്റക്കാർക്കു നേരെ കർശന നടപടിയാണ് സ്വീകരിച്ചു വരുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ നടപടിയെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട്. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണെന്നും അമേരിക്കയിൽ താമസിക്കാൻ അനുമതി ലഭിച്ചവരുടെ പോലും വിസ പെട്ടെന്ന് റദ്ദാക്കപ്പെട്ടേക്കാം എന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ നിലപാട് സൂചിപ്പിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം 12.8 ദശലക്ഷം ഗ്രീൻ കാർഡ് ഉടമകളും 3.6 ദശലക്ഷം പേർ താൽക്കാലിക വിസയിലും അമേരിക്കയിലുണ്ടായിരുന്നു. വിസയിൽ അനുവദിച്ച സമയപരിധി കഴിഞ്ഞും തങ്ങുന്നത്, ക്രിമിനൽ പ്രവർത്തനം, പൊതുസുരക്ഷാ ഭീഷണി, ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ തീവ്രവാദ സംഘടനയ്ക്ക് പിന്തുണ നൽകുകയോ ചെയ്യുന്ന എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചു വരുന്നതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. വിസ നൽകിയതിനു ശേഷം അയോഗ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും വിവരം ലഭിച്ചാൽ അത് അവലോകനം ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കും. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. എല്ലാ US വിസ ഉടമകളെയും US-ൽ പ്രവേശിക്കാനോ താമസിക്കാനോ യോഗ്യരാണോ എന്ന് പരിശോധിക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികളും ഉൾപ്പെടുന്നു. ഇതിൽ എന്തെങ്കിലും പൊരുത്തക്കേട് കണ്ടെത്തിയാൽ ഈ വിസകൾ റദ്ദാക്കുകയും വിസ ഉടമ US-ലാണെങ്കിൽ അവരെ നാടുകടത്തുകയും ചെയ്യും. US സർക്കാർ പറയുന്നത് വിസ പരിശോധന തുടർച്ചയായതും സമയമെടുക്കുന്നതുമായ ഒരു പ്രക്രിയയാണെന്നാണ്. ഇതിനർത്ഥം US-ൽ താമസിക്കാൻ ഇതിനകം അംഗീകാരം ലഭിച്ച ആളുകളുടെ വിസകളും റദ്ദാക്കണമെന്നാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 55 ദശലക്ഷം വിസകൾ പ്രോസസ് ചെയ്യേണ്ടതുണ്ട്. ഇവരിൽ ചിലർ നിലവിൽ US-ന് പുറത്തായിരിക്കാം. അവർക്ക് മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസകളുണ്ട്. വിസയിൽ പറഞ്ഞിരിക്കുന്ന അംഗീകൃത കാലയളവ് കവിയുന്നത്, ക്രിമിനൽ പ്രവർത്തനം, പൊതുസുരക്ഷയ്ക്ക് ഭീഷണി, ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടൽ അല്ലെങ്കിൽ ഒരു തീവ്രവാദ സംഘടനയെ പിന്തുണയ്ക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള യോഗ്യതയില്ലായ്മയുടെ ലക്ഷണങ്ങൾക്ക് അന്വേഷിക്കുകയാണെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. നിയമപാലകരുടെയോ ഇമിഗ്രേഷൻ രേഖകളുടെയോ വിസ നൽകിയതിനു ശേഷം വെളിച്ചത്തു വരുന്ന മറ്റ് വിവരങ്ങളോ ഉൾപ്പെടെ ലഭ്യമായ എല്ലാ വിവരങ്ങളും അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അവലോകനം ചെയ്യുമെന്ന് US സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വിസ കാലാവധി കഴിഞ്ഞുള്ള താമസം, ക്രിമിനൽ പ്രവർത്തനങ്ങൾ, പൊതുസുരക്ഷയ്ക്കുള്ള ഭീഷണികൾ, ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടൽ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയ്ക്ക് പിന്തുണ നൽകൽ എന്നിവ ഉൾപ്പെടെയുള്ള യോഗ്യതയില്ലായ്മയുടെ സൂചകങ്ങൾ അന്വേഷിക്കുന്നതായി വകുപ്പ് അറിയിച്ചു. നിയമപാലക രേഖകൾ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ രേഖകൾ അല്ലെങ്കിൽ വിസ ഇഷ്യൂ ചെയ്തതിനു ശേഷം വെളിപ്പെടുത്തുന്ന യോഗ്യതയില്ലായ്മ സൂചിപ്പിക്കുന്ന മറ്റേതെങ്കിലും വിവരങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ പരിശോധനയുടെ ഭാഗമായി ലഭ്യമായ എല്ലാ വിവരങ്ങളും ഞങ്ങൾ അവലോകനം ചെയ്യുന്നുവെന്നും വകുപ്പ് വ്യക്തമാക്കി. ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റത്തിനെതിരെ വലിയ തോതിലുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി. നിയമപരമായ പദവിയിലുള്ളവരെയും രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെയും പിടികൂടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് ഗുബു നന്ദുരുച്ചി മാട്ടിൽ വക്കാലക്ക ഓഫർ.